ഹായ് നമസ്കാരം. CJP ചെയ്ത സമരം, പാറ്റകളുടെ സമരമൊക്കെ വിജയിച്ചിരിക്കുന്ന ഈ വേളയിൽ നമുക്കറിയാം 2014 ശേഷമുള്ള BJPയുടെ ഒരു ഭരണം നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പ്രതിപക്ഷ ബഹുമാനം തീരെ കാണിക്കാറില്ല. മാത്രമല്ല അവർക്ക് ഒരു വിലയും കൊടുക്കാറില്ല. അവർ ഉയർത്തിയ ഒരു ആവശ്യങ്ങളും ഇതുവരെ അംഗീകരിച്ചിട്ടുമില്ല. അവർക്ക് വേണ്ട പരിഗണനയും നൽകാറില്ല. അങ്ങനെ തികച്ചും ഏകാധിപത്യ രീതിയിലുള്ള ഒരു ഭരണം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പാറ്റകൾ അവരവരുടെ സമരം തുടങ്ങുന്നതും അതിലൊരു വിജയം കണ്ടെത്തുന്നതും. ധർമ്മേന്ദ്ര പ്രധാൻ നമ്മുടെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കുന്നതും. ഈ രാജിവെച്ചതിന് ശേഷം സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൊക്കെ കണ്ട ഒരു പ്രത്യക്ഷപ്പെട്ട ഒരു സംഭവം ഉണ്ടെന്നത് ദേശദ്രോഹികൾ, രാജ്യദ്രോഹികൾ ഒക്കെ സമരം ചെയ്ത് ദേശസ്നേഹിയായ ഒരു മഹത് വ്യക്തി തൻ്റെ രാജ്യത്തിന് വേണ്ടി ബലി കഴിപ്പിച്ചു, അദ്ദേഹത്തിന് സ്വയം സ്ഥാനം ത്യാഗം ചെയ്തു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആരാണ് ഈ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൂടെ ഈ കൈകാര്യം ചെയ്യുന്ന ആളുകൾ ഈ ദേശദ്രോഹി, രാജ്യദ്രോഹി എന്നൊക്കെ പറഞ്ഞ് നമുക്ക് മനസ്സിലായിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ 2014 ശേഷമല്ല ഒരു രാജ്യദ്രോഹമോ അല്ലെങ്കിൽ ദേശദ്രോഹിയോ അല്ലെങ്കിൽ രാജ്യസ്നേഹിയോ ഒന്നും ഉണ്ടായിട്ടുള്ളത്. കാരണം നമുക്കറിയാം, നമ്മളെ ഇന്ത്യ 2014 മുമ്പ് ഉണ്ടായിട്ടുണ്ടായില്ലേ? കാരണം ഇവർക്ക് അറിയുമെന്നറിയില്ല, നമ്മളെ ഇന്ത്യക്ക് 2014 മുമ്പുണ്ട്. 1947 സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് ഒരുപാട് കാലഘട്ടത്തിൽ നമ്മുടെ പൂർവികരുടെ ഒരുപാട് കഷ്ടതകളും വിഷമതകൾ അനുഭവിച്ച മുറകളിലൂടെയും സമരത്തിലൂടെയാണെന്ത് നാം ഇന്ന് കാണുന്ന സ്വാതന്ത്ര്യം നമുക്ക് ലഭിച്ചിട്ടുള്ളത്. പക്ഷേ ഇവരൊക്കെ ഹാൻഡിലുകൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും 2014 മുമ്പ് ഇന്ത്യ ഉണ്ടായിരുന്നില്ലേ? ആ ഇന്ത്യയിൽ എന്തേ സമാധാനം ഉണ്ടായില്ലേ? സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ലേ? 2014 ശേഷമാണോ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്? ഇപ്പം എന്താ സംഭവം എന്ന് വെച്ചാൽ, ആരെങ്കിലും എന്ത് തെറ്റ് ചെയ്താലും ആ തെറ്റ് ചെയ്ത ആളെ രാജാവ് നഗ്നനാണെന്ന് പറയാൻ കുട്ടി കാണിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിയെ പിടിച്ച് തുറങ്കിലടക്കുന്നത് പോലെ അവർ ആരെന്ത് തെറ്റ് ചെയ്താലും ആ തെറ്റ് ചൂണ്ടിക്കാട്ടി കഴിഞ്ഞാൽ അവൻ എന്താണ്? ദേശദ്രോഹിയായി, രാജ്യദ്രോഹിയായി, അവനെന്തായി? ഒന്നിനും പറ്റാത്തവനായി എഴുതിത്തള്ളാണ്. ആ സമയത്ത് തെറ്റ് ചെയ്ത ഒരാൾ അദ്ദേഹം നിക്കക്കള്ളി ഇല്ലാതെ ഒരു നിവൃത്തിയില്ലാതെ അവൻ രാജിവെച്ചപ്പോൾ അതെന്തായി? പരിത്യാഗിയായി. കാരണം അവന് നല്ല ഒരു ത്യാഗം ചെയ്തു, രാജ്യത്തിന് വേണ്ടി ത്യാഗം ചെയ്തു. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഹാൻഡിലുകൾ കൈകാര്യം ചെയ്യണം. അപ്പോൾ ഈ CJP എന്തിന് സമരം ചെയ്തു എന്നുള്ളത് ഈ ചങ്ങായിമാർക്ക് അറിയുമോ നമുക്കറിയില്ല. അവരോട് പറയാനുള്ളത്, CJP പൊന്നാര സഹോദര, സമരം ചെയ്തത് എന്തിനാണെന്ന് നിങ്ങൾക്കറിയോ? നീറ്റ് എന്ന് പറഞ്ഞ എക്സാം ഉണ്ട്. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല. 20 ലക്ഷം ആളുകളാണ് 2026 ആ എക്സാം എഴുതി. അതിനുശേഷം ആ 20 ലക്ഷം ആളുകളുടെ എക്സാം നിങ്ങൾ ക്യാൻസൽ ചെയ്തു. ഒരു കൂസലും ഇല്ലാതെ ക്യാൻസൽ ചെയ്തു. ഈ നീറ്റ് എന്നെന്താണെന്ന് നിങ്ങൾക്കറിയോ? ഈ നീറ്റ് എന്ന സാധനത്തിന് ഹൈസ്കൂൾ മുതൽ അവർ പരിശ്രമം തുടങ്ങിയിട്ട് 4, 5, 6 വർഷത്തിൻ്റെ പരിശ്രമ ഫലമായിട്ട് ആ റിസൾട്ട് എഴുതിയെടുക്കാൻ വേണ്ടി വന്ന സഹോദരങ്ങളാണ് അവർ. കാരണം അതിൽ അവർ കടങ്ങൾ മേടിച്ചിട്ടുണ്ടാകും. അങ്ങനെ ഒരുപാട് സാമ്പത്തികമായും ശാരീരികമായും വിഷമതകൾ അനുഭവിച്ചിട്ട് അത്രയും പരിശ്രമിച്ച് വന്ന മക്കളാണ് അവർ. അവരെ കണ്ണീരിനോ അല്ലെങ്കിൽ ഒരു പരിശ്രമത്തിനോ ഒരു വിലയും കൽപ്പിക്കാതെ നിങ്ങൾ കാട്ടിയപ്പോൾ, മാത്രമല്ല +2 റിസൾട്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്ന് മാത്രമല്ല 3 കാര്യങ്ങളുണ്ട്. അവർ പാറ്റകൾ ഇറങ്ങി അവർ വിജയം കണ്ടു.